ഈ ധനവിനിയോഗ ബില്ലിനെ ഞാൻ അനുകൂലിക്കുകയാണ് സാർ. ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെ കേരളം വലിയ ധനപ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്താണ് 5.07 ലക്ഷം കോടി രൂപയുടെ കടം, അതിൽ തന്നെ 77% കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചറിന് വേണ്ടി വകയിരുത്തുന്നു. 20.9% ഇൻട്രസ്റ്റ് റീപേയ്മെന്റിന് വേണ്ടി വകയിരുത്തുന്നു. ആഭ്യന്തര ഉൽപാദനത്തിന്റെ 1.3% മാത്രമാണ് മൂലധന ചെലവ്. 6.41% GSDPയുടെ തനത് വരുമാനം. അത് ദേശീയ ശരാശരിയേക്കാൾ കുറവാണ്. സർ, 20,500 കോടി രൂപയുടെ ഷോർട്ട്ഫാളാണ് ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ നിന്നുണ്ടായത്. കാരണം അത്രയും പൈസ കേന്ദ്രം തരുമെന്ന് പ്രതീക്ഷിച്ച് നമ്മൾ ഇരുന്നുവെങ്കിലും അത് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ 35,750 കോടി രൂപയുടെ പദ്ധതി അടങ്കൽ പ്രഖ്യാപിച്ച സർക്കാർ നോക്കുകുത്തിയായിട്ട് നിൽക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായത്. 87,102 കോടി രൂപയുടെ കടം, വിവിധ കടങ്ങൾ കൊടുത്തു തീർക്കേണ്ട കടമുണ്ടായിരുന്നു. അതിനു പുറമെയാണ് സർ കൊട്ടിഘോഷിക്കപ്പെട്ട നമ്മുടെ മൊത്ത വായ്പയുടെ പരിധിയിൽ വരില്ല എന്ന് പറഞ്ഞ കിഫ്ബിയുടെ 35,000 കോടി രൂപയുടെ ഫണ്ട് കണ്ടെത്തേണ്ട സാഹചര്യം ഉണ്ടായി. എന്ന് പറഞ്ഞാൽ സാർ, ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഏതാണ്ട് 50,000 കോടി രൂപ അധികമായി കണ്ടെത്തേണ്ട ഒരു സാഹചര്യത്തിലാണ് സർക്കാർ നിന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഖജനാവിൽ പൂച്ച പെറ്റുകിടക്കുക മാത്രമായിരുന്നില്ല, പൂച്ചയ്ക്ക് കൂട് പണിതതിന്റെ കാശ് പോലും കടം വരുത്തിയിട്ടാണ് കഴിഞ്ഞ സർക്കാർ പോയത് എന്നുള്ള നിലയ്ക്കാണ് ഈ സർക്കാർ ബഡ്ജറ്റ് അവതരിപ്പിച്ചു തുടങ്ങിയത്. സർ, ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചു തുടങ്ങുമ്പോൾ നമുക്കറിയാം ഇവിടെ LDF പ്രസംഗിച്ചതല്ല, UDF ഇവിടെ പ്രവർത്തിച്ചത് എന്നുള്ളത് നമുക്കറിയാം. പ്രിയദർശിനി യാത്ര പ്രഖ്യാപിച്ചതിന്റെ 1-ാം മാസം നടപ്പിലാക്കി. വയോജന വകുപ്പ് പ്രഖ്യാപിച്ചതിന്റെ 1-ാം മാസം നടപ്പിലാക്കി. അംഗനവാടി വർക്കർമാരുടെ സമരത്തിൽ പങ്കെടുക്കുക മാത്രമല്ല, അന്ന് പ്രഖ്യാപിച്ച 1000 രൂപയുടെ വർധനവ് നടപ്പിലാക്കി. ആശാപ്രവർത്തകർ 100 ദിവസത്തിലധികം സെക്രട്ടേറിയറ്റിന്റെ നടയിൽ സമരമിരുന്നെങ്കിലും ആ സമരത്തോട് ചേർന്ന് നിൽക്കാത്ത അന്നത്തെ ഭരണപക്ഷമായിരുന്നില്ല, മറിച്ച് അന്ന് പ്രതിപക്ഷം സമരത്തോട് ചേർന്ന് നിന്ന് 3000 രൂപ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞു. ആ 3000 രൂപ വർദ്ധിപ്പിച്ചു. സർ, നമ്മളൊക്കെ സിദ്ധാർത്ഥന്റെ വീട്ടിൽ പോയത് നമ്മൾ ഓർക്കുന്നുണ്ട്. സിദ്ധാർത്ഥന്റെ അമ്മ പറഞ്ഞതാണ്, എന്റെ മകനെ അവർ ഇടിച്ചു തൊഴിച്ചു, പക്ഷേ എന്റെ മകൻ അവസാനം മരണപ്പെടുന്നതിന് മുമ്പ് ഒരു തുള്ളി വെള്ളം ചോദിച്ചപ്പോ അതുപോലും ആ SFIക്കാർ കൊടുത്തില്ല എന്ന് പറഞ്ഞ സിദ്ധാർത്ഥന്റെ അമ്മയുടെ രോദനം ഇന്നും കേരളത്തിന്റെ മുമ്പിലുണ്ട് സാർ. അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥന്റെ പേരിൽ ആന്റി റാഗിംഗ് സ്റ്റുഡന്റ് വെൽഫെയർ ഇത് തുടങ്ങിയിരിക്കുന്നു സാർ. അത് മാത്രമല്ല, ഒട്ടേറെ പദ്ധതികൾ, മിഷൻ സമുദ്ര, ഓപ്പറേഷൻ തൂഫാൻ. സാർ, മയങ്ങില്ല കേരളം, കേരളത്തിൽ ആദ്യമായി, ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഡിപ്പാർട്ട്മെന്റ് ഓൺലൈൻ പോർട്ടൽ തുടങ്ങി അവർക്ക് വിവരങ്ങൾ കൊടുക്കാനുള്ള ഒരു സജ്ജീകരണം ഇവിടെ ക്രമീകരിച്ചിരിക്കുകയാണ് സാർ. അത് മാത്രമല്ല, ഏവിയേഷൻ പ്രൊജക്ടും ഇൻവെസ്റ്റ്മെന്റ് കേരളയും ലാൻഡ് റിഫോംസും എക്കണോമിക് കോറിഡോറും നോളജ് സിറ്റിയും ഗ്ലോബൽ വാച്ച് ടവറും. സാർ, ഇത് ഒരു ചരിത്രം തിരുത്തി കുറിക്കുന്ന ഒരു ടേൺ അറൗണ്ട് ബഡ്ജറ്റ്, ഒരു ട്രാൻസ്ഫോർമേഷൻ ബഡ്ജറ്റ് തന്നെയാണ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. സാർ, ഇവിടെ കഴിഞ്ഞ LDF അവർക്ക് തോൽവി സമ്മതിക്കാനായിട്ടില്ല സാർ. കാരണം അതിന്റെ ഹാങ് ഓവർ ഇതുവരെ മാറിയിട്ടില്ല. ഇന്നലെ ജർമ്മനി തോറ്റു കഴിഞ്ഞപ്പോ ഒരു സഖാവ് ഉണ്ടായിരുന്നു, മടങ്ങി വന്നിടാത്ത യാത്ര ചെയ്തല്ലൻ സഖാക്കളെ എന്ന് പ്രസംഗിച്ചുകൊണ്ടാണ് അവർ പോകുന്നത് കണ്ടത്. അവര് പറഞ്ഞത് ഇത് സത്യത്തിൽ നമ്മളല്ല തോറ്റത്, ഫുട്ബോളാണ് തോറ്റതെന്നാണ് പറഞ്ഞത്. സാർ, ഇവരാ തോൽവിയുടെ ഹാങ് ഓവറിൽ നിന്ന് ഇതേവരെ മാറിയിട്ടില്ല എന്നുള്ളത് അറിയാം. സാർ, കമ്മ്യൂണിസത്തിന്റെ ആകെയുള്ള ഒരാശയധാര മാത്രമാണ് അവർ സ്വീകരിച്ചത്, ഉള്ളവന്റെ കയ്യിൽ നിന്ന് ഇല്ലാത്ത സഖാക്കൾക്ക് കൊടുക്കുക എന്നുള്ളത്. കേരളത്തിൽ ആകെ ഏറ്റവും കൂടുതൽ പണവും സ്വർണവും ഉണ്ടായിരുന്ന ശബരിമലയാണ്. ആ ശബരിമലയെ കൊള്ളയടിച്ച് ഇല്ലാത്ത സഖാക്കൾക്ക് സമ്പത്തുണ്ടാക്കി കൊടുത്തു എന്നത് മാത്രമാണ് കഴിഞ്ഞ കമ്മ്യൂണിസ്റ്റ് സർക്കാർ കേരളത്തിൽ നടപ്പിലാക്കിയത്. സർ, PSC വഴിയുള്ള ക്രമക്കേട് നമുക്കറിയാം. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഈ പല ചോദ്യങ്ങളുടെയും മൂല്യനിർണ്ണയം നടത്താതെയാണ് PSC റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. PSCയുടെ ക്രമക്കേട് നീറ്റ് ക്രമക്കേട് പോലെ തന്നെയാണ്. അതുകൊണ്ട് അതും അന്വേഷിക്കേണ്ടതാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. സാർ, ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു പദം ഉപയോഗിച്ചു, റിവേഴ്സ് റെമിറ്റൻസ്. സാർ, അങ്ങയുടെയും എന്റെയും ഒക്കെ ജില്ലയിൽ, മധ്യ കേരളത്തിലുള്ള ഇന്ന് ഏറ്റവും വലിയ പ്രതിഭാസം റിവേഴ്സ് റെമിറ്റൻസിന്റെ ഒരു വലിയ പ്രശ്നമുണ്ട് സാർ. അത് കേവലം പുറത്തു നിന്നുള്ള തൊഴിലാളികൾ മാത്രം കൊടുക്കുന്ന പൈസയല്ല. നമ്മുടെ നാട്ടില് വിദേശത്ത് പഠിക്കാൻ പോയവരും ജോലി ചെയ്യുന്നവരും അവർ അവിടെ ഒരു വീട് മേടിച്ചു കഴിഞ്ഞാൽ സാർ എന്താണ് സംഭവിക്കുന്നത്? പഠിക്കാൻ പോകുമ്പോൾ തുടങ്ങി മൈഗ്രേഷൻ ആരംഭിക്കുകയാണ്. പഠിക്കാൻ പോകുന്നു, 2 കൊല്ലത്തെ സ്റ്റേ ബാക്ക് കിട്ടുന്നു.
ആ സ്റ്റേ ബാക്കിനുള്ളിൽ അവിടെ ഒരു ജോലി സമ്പാദിക്കുന്നു. ആ ജോലി സമ്പാദിച്ചാൽ അവരൊരു കല്യാണം കഴിക്കുന്നു. കല്യാണം കഴിഞ്ഞ് ആ ആളുകളെയും കൊണ്ടുപോകുന്നു. കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ മാതാപിതാക്കളെ കൊണ്ടുപോകുന്നു. ഈ മാതാപിതാക്കൾ ചെന്ന് കഴിഞ്ഞാൽ സാർ ഏറ്റവും വലിയ അവിടെ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസം ഒരു വീട് മേടിക്കുക എന്നുള്ളതാണ്. വിദേശത്ത് ഒരാൾ ഒരു വീട് മേടിച്ചാൽ 35 കൊല്ലത്തെ മോഡ്ഗേജ് ആണ്. ആ മോഡ്ഗേജ് അടച്ചു തീർക്കുക എന്നുള്ളതാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. സാർ അതിനുവേണ്ടി അവർ ചെയ്യുന്നത് ഇവിടെ നിന്ന് അവരുടെ വസ്തുവകകൾ വിറ്റ് ഈ കാശ് മുഴുവൻ വിദേശത്തേക്ക് കൊണ്ടുപോവുകയാണ്. സാർ അതൊരു റിവേഴ്സ് റെമിറ്റൻസ് ആണ്. ഇതിൽ 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഇവിടെ വിനിയോഗിക്കേണ്ട പണം ഇവിടെ വിനിയോഗിക്കുന്നില്ല എന്നത് മാത്രമല്ല, ആ അടുത്ത ജനറേഷൻ, അടുത്ത തലമുറയ്ക്ക് ഇനി മേലാൽ കേരളവുമായി ഒരു ബന്ധമുണ്ടാകില്ല എന്നുള്ളത് സ്ഥാപിക്കപ്പെടുക കൂടി ചെയ്യുകയാണ്. സാർ അതുകൊണ്ട് തന്നെ മൈഗ്രേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായ റിവേഴ്സ് റെമിറ്റൻസിനെ നമുക്കിവിടെ അഡ്രസ് ചെയ്യേണ്ടതുണ്ട്. സാർ എന്തുകൊണ്ടാണ് മൈഗ്രേഷൻ സംഭവിക്കുന്നത്? ഒരു ചെറുപ്പക്കാരന് കേരളത്തിൽ നിന്ന് പഠിക്കാനോ തൊഴിൽ ചെയ്യാനോ ഉള്ള സാഹചര്യമോ സാറ്റിസ്ഫാക്ഷനോ ഇല്ല എന്നുള്ളിടത്താണ് ഈ ചെറുപ്പക്കാർ മുഴുവൻ മൈഗ്രേഷൻ ചെയ്യുന്നത്. സാർ ഈ മൈഗ്രേഷന്റെ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു ജില്ലയാണ് എന്റെ ജില്ല, പത്തനംതിട്ട ജില്ല. സാർ ഞാനവിടെ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച ഇപ്പോ ടൂറിസം പദ്ധതികളിൽ ആറന്മുള കണ്ണാടി പോലുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചു. സാർ ഞാനൊരു സ്പിരിച്വൽ ടൂറിസം, പിലിഗ്രിം ടൂറിസത്തിന് ഏറ്റവും അധികം സാധ്യതയുള്ള മണ്ണാണ് ആറന്മുള. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം, ആറന്മുള വള്ളംകളി, ആറന്മുള വള്ള സദ്യ, സാർ പടയണി, പള്ളിയോടം, കുമ്പനാട് കൺവെൻഷൻ, മാരാമൺ കൺവെൻഷൻ, ചെറുകോൽപ്പുഴ കൺവെൻഷൻ, ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത സ്പിരിച്വൽ ടൂറിസം ഹബ്ബായി മാറേണ്ട ഒരു സ്ഥലമാണ് ആറന്മുള. അതുകൊണ്ട് തന്നെ ആറന്മുള പോലെയുള്ള ഹെറിറ്റേജ് ടൂറിസം പ്രോത്സാഹിപ്പിക്കേണ്ട സ്ഥലങ്ങൾ കൂടുതൽ ഉപയോഗപ്രദമാക്കണമെന്നും ആറന്മുള പോലെയുള്ള മണ്ഡലങ്ങളിൽ കൂടുതൽ ടൂറിസം പാക്കേജുകൾ അനുവദിച്ചുകൊണ്ട് ആളുകൾ വരാനുള്ള സാഹചര്യം ഒരുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സാർ അത് മാത്രമല്ല സാർ, പത്തനംതിട്ട ജില്ലയ്ക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ഒരു പ്രദേശം ഡെവലപ്മെന്റ് നടത്തണമെങ്കിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, ആ പ്രദേശത്ത് സ്ഥലം വേണം. 2, ആ പ്രദേശത്ത് ആളുകൾ വരണം, പുറത്തുനിന്ന് സഞ്ചാരികൾ വരണം. 3, ആ പ്രദേശത്തേക്ക് ഇൻവെസ്റ്റ്മെന്റ് വരണം. സാർ ഇത് 3ഉം ഒത്തുകൂടിയ സ്ഥലമാണ് പത്തനംതിട്ട. കാരണം ഒരു സിറ്റി സെന്ററിൽ ഇത്രയധികം സ്ഥലമുള്ള മറ്റൊരു ജില്ലയില്ല സാർ. 2, 55 ലക്ഷം ആളുകളാണ് ശബരിമല മാത്രം സന്ദർശിക്കുന്നത്. അതിന്റെ 10% ആളുകൾ മാത്രം ഒരു ദിവസം പത്തനംതിട്ട ചെലവഴിക്കാൻ തീരുമാനിച്ചാൽ ആ ജില്ലയുടെ തന്നെ ഒരു വലിയ ഡെവലപ്മെന്റ് ആണ് സാർ. 3, ഈ രാജ്യത്തെ, ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ പറ്റിയ ആളുകളുള്ള ജില്ലയാണ് സാർ പത്തനംതിട്ട. അതുകൊണ്ട് തന്നെ GCDA മാതൃകയിൽ പത്തനംതിട്ട ഡെവലപ്മെന്റ് അതോറിറ്റി പോലുള്ള ഒരു അതോറിറ്റി ഉണ്ടാക്കണമെന്നും അവിടെ റൂറൽ ഡെവലപ്മെന്റിന് എങ്ങനെ PPP മോഡൽ നിർവഹിക്കാമെന്നതിനെ പറ്റി സർക്കാർ പരിഗണിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സാർ. അത് മാത്രമല്ല, ഈ ഇൻഫ്രാസ്ട്രക്ചർ നടത്തുമ്പോഴൊക്കെ തന്നെ വലിയ പ്രയാസമാണ് സാർ. ബസ് റൂട്ട്, കോവിഡിന് മുമ്പ് 47 ബസ് ഉണ്ടായിരുന്നു ആറന്മുള നിയോജകമണ്ഡലത്തിൽ. ഇപ്പോഴുള്ളത് 7 ബസ്സാണ് സാർ. ആ കോവിഡിന് ശേഷം അത് തുടങ്ങിയിട്ടില്ല സാർ. അതുകൊണ്ട് ഓരോ ടൂറിസം കേന്ദ്രങ്ങളിലേക്കും ബസ് സർവീസുകളും പബ്ലിക് ട്രാൻസ്പോർട്ടും വേണം സാർ. അത് പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സാർ. സഹകരണ മേഖലയിൽ ഏറ്റവും കൂടുതൽ പ്രസ്ഥാനം ഉണ്ടായിരുന്നതാണ്. പല സഹകരണ മേഖലയിലും കള്ളക്കളി നടത്തി പല പ്രസ്ഥാനങ്ങളും പൂട്ടിക്കാറായി. പലതും പൂട്ടലിന്റെ വക്കിലാണ്. അതിനെപ്പറ്റി സമഗ്രമായ ഒരു പഠനം വേണം സാർ. അത് മാത്രമല്ല സാർ, IT ചെറുപ്പക്കാർ, ഞാൻ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് സാർ. കഴിഞ്ഞ ദിവസം ഒരു സ്റ്റാർട്ടപ്പുമായി ബന്ധപ്പെട്ട എന്റെ 2 സുഹൃത്തുക്കൾ വന്നു സാർ. അവർ വന്ന് ബഹുമാനപ്പെട്ട IT മന്ത്രിയെ കണ്ട അന്ന് രാത്രി തന്നെ ആ സ്റ്റാർട്ടപ്പ് ഓണാക്കാനുള്ള പ്രൊജക്ടിലേക്ക് പോയി സാർ. ഇത്ര വേഗത്തിൽ ഒരു സർക്കാർ എങ്ങനെയാണ് ഇടപെടുന്നതെന്ന് അവർ തന്നെ എന്നോട് ചോദിക്കുകയാണ് സാർ. അത്ര വേഗത്തിൽ IT ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുകയാണ് സാർ. അത് മാത്രമല്ല, ഇവിടെ ചെറുകിട കോൺട്രാക്ടിംഗ് മേഖല, ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് ചെറിയ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിരുന്നു സാർ. ചെറുകിട കോൺട്രാക്ടിംഗ് മേഖല ആകെ തകർന്നു പോയി സാർ. 1 കോടി രൂപയ്ക്ക് മുകളിലുള്ള വർക്ക് തൊട്ട് അങ്ങ് 500 കോടി വരെയുള്ള വർക്കുകൾ മുഴുവൻ ഊരാളുകൾ ഏറ്റെടുക്കുകയാണ്. ഒരു വ്യവസായ മേഖല ആകെ തകർന്ന് തരിപ്പണമായി. സാധാരണക്കാരൻ ചെറുകിട കോൺട്രാക്ട് നടത്തി ജീവിക്കുന്നവന്റെ ജീവിതം ദുരാസിലാണ് സാർ. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള കോർപ്പറേറ്റ് വൽക്കരണം എന്ന് നമ്മൾ ഓമന പേരിട്ട് വിളിക്കുമ്പോൾ കോർപ്പറേറ്റ് വൽക്കരണത്തിനും എതിരായിട്ട് നമ്മൾ സംസാരിക്കണം സാർ. കാരണം ചെറുകിട വ്യവസായങ്ങളെ സംരക്ഷിച്ചു നിർത്തേണ്ട ഒരു ചുമതല കൂടിയാണ് സാർ നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലും മറ്റെല്ലാ മേഖലയിലും ഇവിടെ ഗവൺമെന്റ് നടത്തിയ ഈ പരിഷ്കാരങ്ങളോട് ധനവിനിയോഗ ബില്ലിന് എല്ലാവിധ സ്വാഗതവും പറഞ്ഞുകൊണ്ട് ഇവിടെ